ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച് ജയസൂര്യ നായകനായി വരാനിരിക്കുന്ന ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ആട്3. ചിത്രത്തിന്റെ 100 ദിവസത്തെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ വരുന്ന വേനൽ അവധി കാലത്ത് മാർച്ചിൽ സിനിമ റിലീസ് ചെയ്യും. മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒരു ടീസർ ജനുവരി മാസം 1-ാം തീയതി ന്യൂ ഇയർ റിലീസായി ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ നിങ്ങളെ അറിയിച്ചതാണല്ലോ. കാത്തിരിക്കാം ക്ലാസിക് ക്രിമിനലിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി. ഡിസംബർ 5-ാം തീയതിയാണല്ലോ മമ്മൂക്ക നായകനാവുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ്. സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിൽ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവേളി ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ സിനിമയ്ക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. കളങ്കാവൽ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിനായകൻ വളരെയധികം തിരക്കിലാണല്ലോ. എന്നാൽ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ജയിലർ 2-വിൽ വിനായകൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ബർമൻ ജയിലർ 2-വിലും ഉണ്ടാകുമെന്നാണ് വിനായകൻ ഇപ്പോൾ ഉറപ്പു നൽകുന്നത്. ബർമൻ എന്ന കഥാപാത്രം ഒരു ഫ്ലാഷ് ബാക്ക് സീനിലാണോ അതോ ലൈവായിട്ടുള്ള ഒരു ക്യാരക്ടറാണോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ലെന്നും വിനായകൻ കൂട്ടിച്ചേർത്തു. തെരെ ഇഷ്കുമേ എന്ന സിനിമയിലൂടെ ബോളിവുഡിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ധനുഷ് നമുക്ക് കാട്ടിത്തരുന്നത്. 60 കോടിക്ക് മുകളിൽ ഇന്ത്യയിൽ നിന്നും മാത്രം കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടി ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. അഞ്ജന എന്ന സിനിമയ്ക്ക് ശേഷം ബോളിവുഡിൽ വീണ്ടും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ ധനുഷിനു സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. L365 എന്ന സിനിമയിൽ നിന്നും സംവിധായകനെ മാറ്റിയ വിവരം നമ്മൾ ഇന്നലെ തന്നെ അറിയിച്ചതാണല്ലോ. എന്നാൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്നത് മറ്റൊരു കഥയാണെന്നും L365 വേണ്ടി സംവിധാനം ചെയ്യാനിരുന്ന കഥ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ നിർമ്മാണ കമ്പനിക്ക് അത്രയ്ക്കധികം വർക്കൗട്ട് ആയില്ലെന്നും അതുകൊണ്ടാണ് പുതിയൊരു സംവിധായകനെയും കഥയുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചതെന്നും നമ്മൾ അറിയുന്നു. ചിത്തു മാധവന്റെ സംവിധാനത്തിൽ സൂര്യ 47 എന്ന സൂര്യ നായകനാവുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബർ മാസം 8-ാം തീയതി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു. നസ്രിയയും നസ്രിനും ഈ സിനിമയിൽ ഭാഗമാകുമ്പോൾ മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ നടനും ഈ സിനിമയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം സംവിധായകൻ ശങ്കർ തന്റെ പുതിയ സിനിമയുടെ സംവിധാനത്തിലേക്ക് കടക്കുകയാണ്. വേൽപ്പാരി എന്ന തമിഴ് ഇതിഹാസ നായകന്റെ കഥ പറയുന്ന സിനിമയിൽ ആരായിരിക്കും നായകൻ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. 2026 ജൂൺ മാസത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ഈ ആഴ്ച റിലീസാവാനിരിക്കുന്ന ദുരന്തർ എന്ന സിനിമയുടെ ബോർഡ് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 34 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.